ഹായ് ഫ്രണ്ട്സ്, വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിലെ വിഷ്ണുവിന്റെ കയ്യിൽ നിന്ന് അടിയരുന്ന് വാങ്ങിച്ചിരിക്കുകയാണ് ചന്ദ്രബോസ് അവിടെ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് സത്യമ്മയുടെ വീട്ടിലെ പിള്ളച്ചേട്ടൻ പറയും മോളുടെ വീട്ടിൽ പോകാനിരുന്നതാ. സത്യമ്മ വിളിച്ചപ്പോ പിന്നെ അതങ്ങ് മാറ്റി വെച്ച് ഇങ്ങ് പോന്നു. രാഘവേട്ടനോടാ സംസാരിക്കുന്നത്. അറിയാലോ, ഇവിടുത്തെ കാര്യം കഴിഞ്ഞിട്ടേ ഈ പിള്ളയ്ക്ക് എന്തോ ഉള്ളൂ. അത് സ്വന്തം കാര്യമാണെങ്കിലും മക്കളുടെ കാര്യമാണെങ്കിലും അങ്ങനെ. അതിന് പിള്ളേർക്ക് ഇച്ചിരി പരിഭവമുണ്ട്. പക്ഷേ അതൊന്നും ഞാൻ കാര്യമാക്കാറില്ല. എന്തൊക്കെ വന്നാലും ഇവിടുന്ന് കിട്ടിയിട്ടേ ഉണ്ടായിട്ടുള്ളൂ. രാഘവേട്ടൻ പറയും, താൻ ഓർക്കുന്നുണ്ടോ, ഞാനിത് വാങ്ങിക്കുമ്പോ ആ കാണുന്ന വഴിയോ റോഡോ ഒന്നുമില്ല, വലിയൊരു ചതപ്പാ, നിറയെ മണ്ണിട്ട് നിരത്തി ഈ പരുവാക്കി എടുത്തതാ. പിള്ളച്ചേട്ടൻ പറയും, ഈ പ്രദേശത്ത് ഉണ്ടായിട്ടുള്ള ആദ്യത്തെ വെളിച്ചവും ഇവിടുന്ന് ഉണ്ടായതാ. അതൊക്കെ ഒരു കാലം. ഒറ്റയ്ക്ക് പടവെട്ടി വന്നവനാ ഇപ്പൊ പടപ്പുറപ്പാട് കണ്ട് പേടിച്ചു നിൽക്ക. പിള്ളച്ചേട്ടൻ പറയും, എല്ലാം ശരിയാവുന്ന പറഞ്ഞ് എനിക്ക് ആശ്വസിപ്പിക്കാനും കഴിയുന്നില്ലല്ലോ. രാഘവേട്ടൻ പറയും, മാറടോ, നമ്മൾ ഇവിടുന്ന് മാറിക്കൊടുക്കേണ്ടി വരും. അതിന് നീ അധികം നാള് വേണ്ടി വരുന്നു തോന്നില്ലടോ. അപ്പോഴായിരിക്കും അങ്ങോട്ടേക്ക് സത്യഭാമ കുറച്ച് ആഭരണങ്ങളായിട്ട് വരുന്നത്. പിള്ളേ, ഇതെന്റെ കുറച്ച് ആഭരണങ്ങളാ. നമ്മള് വീട് മാറിക്കഴിയുമ്പോ ഇതൊക്കെ പൂട്ടിവെക്കാനുള്ള സംവിധാനം ആ വീട്ടിലുണ്ടാവില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ട് ഇനി എന്താ കാര്യം? കെട്ടിക്കാൻ പെൺമക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇതെടുത്ത് വെക്കാം. അല്ലെങ്കിൽ നല്ല വിലയുള്ള സമയല്ലേ, ഇതങ്ങ് കൊടുത്തേക്കാന്നേ. പിള്ള ഇത് ഏതെങ്കിലും ജ്വല്ലറിയിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് കിട്ടുന്ന ക്യാഷ് വാങ്ങിച്ചോണ്ട് വാ, നമുക്ക് വക്കീലിന് കൊടുക്കാനൊക്കെ ആയിട്ട് ഇതൊന്ന് എടുക്കാലോ. ഇതൊക്കെ കേൾക്കുമ്പോ എല്ലാവർക്കും സങ്കടമുണ്ട്. രാഘവേട്ടൻ ചോദിക്കും, ബാമേ അത് വേണോ? ഈ കൊടുക്കുന്ന ആഭരണങ്ങളെല്ലാം താൻ ഓരോ ഇഷ്ടത്തോടു കൂടി വാങ്ങിച്ചിട്ടുള്ളവയാ. ഭാമറിയും, ഈ വയസ്സുകാലത്ത് എനിക്കെന്തിനാ ആഭരണം? അതുമല്ല, സ്വർണ്ണിട്ട് നടക്കുന്നതല്ലല്ലോ പ്രധാനം. ഈ വീട് നിലനിൽക്കുന്നതല്ലേ നമ്മുടെ ആവശ്യം. ഇപ്പോ നല്ല വില കിട്ടും, അതുകൊണ്ട് നമുക്കിത് കൊടുക്കാം രാഘവേട്ടാ എന്നിങ്ങനെ വിഷമത്തോടെ എന്നത് മറച്ചു വെക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് ബാമ സംസാരിക്കുന്നത്. പിള്ളച്ചേട്ടൻ തല താഴ്ത്തി നിൽക്കും. പിള്ളെ ഇതങ്ങ് വാങ്ങിച്ചോ, എന്നിട്ട് കൈയോടെ പോയി വാങ്ങിച്ചിട്ട് വാ. പിള്ളെ പറഞ്ഞത് മനസ്സിലാവുന്നില്ലേ? ഇത് കൊണ്ടുപോയി കൊടുത്തിട്ട് എത്ര പൈസയാണെന്ന് വെച്ചാ അത് പെട്ടെന്ന് ഇവിടെ എത്തിക്കണം. പിള്ളച്ചേട്ടൻ സങ്കടത്തിൽ പറയും, എന്നെ കൊണ്ട് സാധിക്കില്ല സത്യാമ്മേ. എന്റെ മനസ്സിൽ സത്യാമ്മയുടെ ഒരു രൂപം ഉണ്ടായിരുന്നു. ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് സ്വർണ്ണ പ്രഭയിൽ തെളിയുന്ന ആ രൂപത്തിന് ഇനി ഒരു മാറ്റവും വരുത്താൻ എനിക്ക് കഴിയില്ല സത്യാമ്മേ. ഇത് ഞാൻ വാങ്ങിച്ചാൽ എന്റെ കൈകൊണ്ട് ഇത് വിൽക്കാൻ ഇടവന്നാൽ ആ സങ്കടത്തിൽ ഞാൻ മുങ്ങി താണു പോവും. പിള്ളച്ചേട്ടൻ കരഞ്ഞോണ്ട് പറയും, എന്നെ നിർബന്ധിക്കരുത്. എന്റെ മനസ്സിൽ ഞാനായി രൂപപ്പെടുത്തിയ ആ ചിത്രം അങ്ങനെ തന്നെ ഉണ്ടാവണമെന്ന് ഉള്ളതിനൊരു ദയവ് കാണിക്കണം. ഇതൊരു അപേക്ഷയാണ്. ഒന്നും ഇതുവരെ എതിർത്ത് പറയാതിരുന്ന എനിക്ക് ഇതിന് കൂട്ടു നിൽക്കാനാവുന്നില്ല. സ്വന്തമായിട്ട് എനിക്ക് അല്പം ഭൂമി ഉണ്ടായിരുന്നെങ്കിൽ അത് വിറ്റിട്ടാണെങ്കിലും ഞാൻ സഹായിക്കായിരുന്നു. ഇന്നിപ്പോ ഈ കാണിക്കുന്നത് അവിവേകാണെങ്കിൽ പൊറുക്കണം. മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാ. എന്നെ നിർബന്ധിക്കരുത് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പിള്ളച്ചേട്ടൻ അവിടുന്ന് പോകും. പിള്ളേ എന്ന് ബാമ വിളിക്കുന്നുണ്ടെങ്കിലും കരഞ്ഞുകൊണ്ട് പിള്ളച്ചേട്ടന് ആ പടിയിറങ്ങാ. അങ്ങനെ ബാമ രാഘവേട്ടനെയും പൊന്നിയെയും നോക്കും. പൊന്നി അപ്പൊ തന്നെ താഴെ താഴ്ത്തുന്നുണ്ട്. പൊന്നി അപ്പൊ പൊന്നി അറിയും, സത്യമേ ഞാൻ എന്ന് പറഞ്ഞ് താല്പര്യമില്ലെന്നുള്ള മട്ടില് സങ്കടത്തോടു കൂടി അത്തേക്ക് കയറി പോവാണ് പൊന്നി. അങ്ങനെ ബാമ അതെല്ലാം അവിടെ വെക്കണേ. രാഘവേട്ടൻ പറയും, സ്നേഹിക്കാൻ മാത്രം അറിയുന്ന പിള്ളയ്ക്കും പൊന്നിക്കും നമ്മൾ എന്താടോ കൊടുക്കുന്നത്? ജീവിതത്തിന്റെ പകുതി കാലവും നമ്മുടെ കൂടെ നിന്നിട്ട് പടി ഇറങ്ങുമ്പോ അവര് തന്ന സ്നേഹം മാത്രം തിരിച്ചു കൊടുത്താൽ മതിയോ ബാമേ? ഈ കടമൊക്കെ നമ്മൾ എങ്ങനെയാ വീട്ടാ? ബാമറി, രാഘവേട്ട പണം കൊണ്ടുള്ള ബാധ്യതകളെ സമയം എടുത്താണെങ്കിലും വീട്ടാം. പക്ഷെ ഇതുപോലുള്ള ചങ്കിൽ തുളച്ചു കയറുന്ന സ്നേഹം കൊണ്ടുള്ള കടങ്ങൾ നമുക്ക് ഒരിക്കലും വീട്ടാൻ കഴിയില്ല. രാഘവേട്ട നമ്മൾ തോറ്റു പോകുന്നതും ഇവരുടെയൊക്കെ മുന്നിലാ. രാഘവേട്ടൻ പറയും, മാമേ ഇതുവരെ കഴിഞ്ഞതുപോലെ നമുക്ക് ഇനിയും കഴിയാൻ പറ്റും. വരാൻ പോകുന്ന ആ വലിയ യുദ്ധത്തിന് കുറച്ചു കാലത്തേക്ക് നമുക്ക് മാറ്റി നിർത്താൻ പറ്റും. മാമയ്ക്കും രാഘവേട്ടൻ എന്താ പറഞ്ഞു വരുന്നത്? രാഘവേട്ടൻ പറയും, ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല, ഇതിനൊരു സാവകാശം, സ്റ്റേ ഓർഡർ, അത് തരാനുള്ള അവകാശം ജില്ലാ കളക്ടറിനുള്ളതാണ്. നീ ഒരു വാക്ക് പറഞ്ഞാൽ ശാലിനി അത് സന്തോഷത്തോടു കൂടെ ചെയ്തു തരും. എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ ബാമയ്ക്ക് വീണ്ടും ദേഷ്യം വരും. എന്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം ഞാൻ അവളുടെ കാല് പിടിക്കില്ല. കടത്തിണ്ണയിൽ കിടക്കേണ്ടി വന്നാലും അവളോട് യാചിക്കാൻ സത്യഭാമയെ കിട്ടില്ല. ഭാമ, ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഭാമറും എനിക്കൊന്നും കേൾക്കണ്ട. അഭിമാനം വിറ്റ് ഈ വീട് സ്വന്തമാക്കിയിട്ട് ഒരു രാത്രി പോലും സ്വസ്ഥമായി ഉറങ്ങാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാ രാഘവേട്ട പിന്നെ ഞാൻ ആ സാഹസത്തിന് നിൽക്കുന്നത്? വീട് പോട്ടെ, സ്ഥലവും പോട്ടെ, എല്ലാം പോട്ടെ, എന്നാലും അവളുടെ കാല് പിടിക്കാൻ എന്നെ കിട്ടില്ല. ദേ, പകരം എന്റെ ജീവൻ കളയാൻ പറഞ്ഞോ, ഞാനത് എന്റെ സന്തോഷത്തോടു കൂടെ ചെയ്യും. എന്നാ ഇത് സത്യഭാമ ചെയ്യില്ല. രാഘവേട്ടന്റെ മുഖത്ത് ഭാമയുടെ ഒരു പുച്ഛം മാത്രമാണ്. അത്രയും പറഞ്ഞ ആഭരണങ്ങളും എടുത്ത് ഭാമ അകത്തേക്ക് പോകും. രാഘവേട്ടൻ വിചാരിക്കും, ഈശ്വര അവിടുന്ന് നിശ്ചയിച്ചത് എന്താന്ന് വെച്ചാ അത് തന്നെ നടക്കട്ടെ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിഷ്ണു ശ്യാമയും കൂടി തിരികെ വരുമ്പോ ശ്യാമ ഇങ്ങനെ സത്യമ്മ ശ്യാമയോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞതും വീട്ടിൽ നിന്ന് അടിച്ച് ഉന്തി തള്ളിയിട്ടതൊക്കെ ഇങ്ങനെ ആലോചിക്കാണ്. വിഷ്ണുവേട്ടാ എന്നെ ഏതാ ഇവിടെ ഇറക്കി വിട്ടാ മതി. വിഷ്ണുക്ക് ഇവിടെയോ? അത് വേണ്ട, ഞാൻ വീട്ടിലേക്കാ, ഞാൻ കൊണ്ടാക്കാം. ശ്യാമ കരഞ്ഞോണ്ട് പറയും, അത് വേണ്ട വിഷ്ണുവേട്ടാ, എനിക്ക് ഇപ്പൊ വീട്ടിലേക്ക് വരാനാവില്ല.
എന്റെ മനസ്സ് വല്ലാതെ തകർന്നിരിക്കുക. അതുകൊണ്ട് എനിക്ക് കുറച്ചു നേരം എവിടെയെങ്കിലും ഇരിക്കണം. അപ്പോ എന്റെ മനസ്സൊന്ന് ഫ്രീ ആവും. എന്നിട്ട് ഞാൻ വീട്ടിലേക്ക് പോയിക്കോളാം. വിഷ്ണു അതൊന്നും വേണ്ട ശ്യാമേ, ആ ചന്ദ്രബോസ് അങ്ങനെ പറഞ്ഞോണ്ടാണോ? ശ്യാമ ഒന്നും ഉണ്ടായി നിൽക്കുമ്പോ വിഷ്ണു പറയും, അവരൊക്കെ പറയുന്നത് കേട്ട് നമ്മുടെ മനസ്സിനെ നമ്മൾ വേദനിപ്പിക്കാൻ നിന്നാ അതിന് നേരുണ്ടാവൂ. ശ്യാമ ചിലതൊക്കെ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് വിടണം. ശ്യാമറും വിഷ്ണുട്ടൻ ഞാൻ എന്റെ സ്വന്തം ഏട്ടനായിട്ടാ കണ്ടിരിക്കുന്നത്. ആ പറഞ്ഞതെല്ലാം അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ എനിക്കാവില്ല. പിന്നെ രോഹിത് എന്നെ വെറുക്കുന്നെന്ന് എന്റെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞത്. അതൊന്നും മനസ്സിന്ന് കളയാൻ പറ്റുന്നില്ല. ഓർക്കും തോറും വല്ലാത്തൊരു വീർപ്പുമുട്ടില്ല. ചിലപ്പോ കുറച്ചു സമയം ഒറ്റയ്ക്കിരുന്നാ അതൊക്കെ ഒന്ന് മാറിപ്പോയേക്കാം. ഞാൻ അതുകൊണ്ടാ പറയുന്നത്, എവിടെയെങ്കിലും കുറച്ചു സമയം ഒന്ന് തനിച്ചിരുന്നോട്ടെ. വിഷ്ണു ശ്യാമയെ എന്ന് വെച്ചാൽ എനിക്ക് നിന്നെ വഴിയിൽ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ പറ്റുമോ? ശ്യാമറയും മനസ്സ് മറവിച്ചെന്റെ ജീവിതം പാതി വഴിയിലായതിനോളം വരില്ലല്ലോ ഇതൊന്നും. വിഷ്ണുട്ടും പൊക്കോ. പിന്നെ ഞാൻ എന്തെങ്കിലും കടുങ്കൈ കാണിക്കുന്നുള്ള ഭയം കൊണ്ടാണെങ്കിൽ ഞാൻ ഉറപ്പു തരാം, അങ്ങനെ ഒരു മണ്ടത്തരത്തിന് ശ്യാമ ഇനി നിൽക്കില്ല. എന്നാലും ശ്യാമറും വിഷ്ണുട്ടും എനിക്ക് തനിച്ചൊന്നും നടക്കണം. എന്നാലും എന്റെ തലയിലെ മരവിപ്പൊന്ന് മാറൂ. ദയവ് ചെയ്ത് വണ്ടി ഒന്ന് നിർത്തേ പ്ലീസ്. അങ്ങനെ നിർബന്ധിക്കുമ്പോ വിഷ്ണു ഒരു സ്ഥലത്ത് വണ്ടി നിർത്തും. വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാ ശ്യാമറും വിഷ്ണുട്ടും പൊക്കോളൂ, ഞാൻ വന്നോളാം. ശ്യാമറും ഞാൻ പറഞ്ഞില്ലേ വിഷ്ണുട്ടാ, അല്പസമയം തനിച്ചിരുന്ന എന്റെ മനസ്സൊന്ന് ശാന്താകും, എന്നിട്ട് ഞാൻ വന്നോളാം. വിഷ്ണുട്ടും പൊക്കോ എന്നിങ്ങനെ നിർബന്ധിച്ച് പറഞ്ഞേക്കാ. നീ വന്നേക്കണേ. വന്നേക്കാം. അങ്ങനെ വിഷ്ണു മനസ്സോടെയാണ് ശ്യാമയെ അവിടെ ഇറക്കിയിട്ട് പോകുന്നത്. ശ്യാമയാണെങ്കിൽ രോഹിത്തും അതുപോലെ ചന്ദ്രബോസും പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് വലിയ വിഷമത്തിലാണ് കരഞ്ഞുകൊണ്ട് പോകുന്നത്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് കളക്ടർ ഓഫീസിലേക്ക് പിള്ളച്ചേട്ടൻ വന്നിരിക്കുക. കുഞ്ഞെ എന്ന് വിളിച്ച് അനുപല്ലവിയുടെ അടുത്തേക്ക് ചെല്ലും. അനു തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഞാൻ കുഞ്ഞിനെ അന്വേഷിച്ചു വന്നത്. അനുവിനെ മനസ്സിലായിട്ടില്ല. അങ്ങനെ നോക്കുമ്പോ പിള്ള പറയും, മനസ്സിലായില്ലേ, ഞാൻ സത്യാമ്മയുടെ വീട്ടിൽ നിന്ന്. പേര് രമണൻ പിള്ള. മനസ്സിലായി. അപ്പൊ പിള്ള പറയും, എനിക്ക് ശാലിനി കുഞ്ഞിനെ ഒന്ന് കാണണം. മാഡം ഒരു വീഡിയോ കോൺഫറൻസിലായിരുന്നു, കഴിഞ്ഞൊന്നും എനിക്കറിയില്ല. അപ്പൊ പിള്ള പറയും, ഒന്ന് നോക്കൂ, വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യത്തിനായിട്ടാണ് ഞാൻ വന്നത്. ആ വീട്ടിലെ അവസ്ഥ അത്രയ്ക്ക് ബുദ്ധിമുട്ടില്ല, അതാ ഞാൻ തന്നെ പോന്നത്. എങ്കിൽ ഞാനൊന്ന് നോക്കട്ടെ, പിള്ളച്ചേട്ടൻ വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ് അനുവത്തേക്ക് പോകും. ശാലിനി ആണെങ്കിൽ അപ്പൊ അവരോട് ഫോണിൽ എന്തോ പ്രൊജക്ടിന്റെ കാര്യം സംസാരിച്ച് കോള് കട്ട് ചെയ്യുമ്പോഴായിരിക്കും അനുവെന്ന് കാര്യം പറയുന്നത്. ശാലിനിക്കും പിള്ളച്ചേട്ടൻ ഇവിടെ എന്തോ അത്യാവശ്യ കാര്യം സംസാരിക്കാനുണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ ശാലിനി പറയും, അനു എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ, സത്യമോളെ വീട്ടിലൊന്ന് ഡ്രോപ്പ് ചെയ്യോ, ഞാൻ ഇത് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നോളാം. അതിനൊന്നും മാഡം, ഞാൻ മോളെ പോയി വിളിച്ചോളാം. ശാലിനി പറയും, എങ്കിൽ പിള്ളച്ചേട്ടനോട് കയറി വരാൻ പറയൂ. അനു പൊയ്ക്കോ, ഇല്ലെങ്കിൽ സത്യ കാത്തു നിന്നും അടുക്കും. ഓക്കെ മാഡം എന്ന് പറഞ്ഞ അനു അവിടുന്ന് പോകും. ശാലിനി ആണെങ്കിൽ പിള്ളച്ചേട്ടൻ എന്തിനാ വന്നിരിക്കുന്നതെന്ന് ആലോചിച്ചിരിക്കുക. അനു പിള്ളച്ചേട്ടനോട് അകത്തേക്ക് പോകാൻ പറയും. അങ്ങനെ പിള്ളച്ചേട്ടൻ ശാലിനിയുടെ അടുത്ത് എത്തുമ്പോൾ ശാലിനി വേഗം എഴുന്നേൽക്കും. പിള്ളച്ചേട്ടൻ വരൂ കുഞ്ഞെ എന്ന് വിളിച്ച് അടുത്തേക്ക് ചെല്ലുന്നത്. ശാലിനി ഇരിക്കാൻ പറയുമ്പോ വേണ്ടെന്ന് പറയും. അങ്ങനെ നിർബന്ധിക്കുമ്പോ ഇരിക്കും. ശാലിനിക്കും, ഇനി പറ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അവിടെ ഇപ്പൊ വിശേഷങ്ങളുടെ ഒരു ബഹളാണ് കുഞ്ഞെ. മോൾ അവിടുന്ന് ഇറങ്ങിയതിനു ശേഷം അവിടുത്തെ കാര്യങ്ങളെല്ലാം കുഴപ്പത്തിലേക്കാണ് നീങ്ങുന്നത്. ഞാൻ ഇവിടെ വന്ന കാര്യോ ഇവിടെ പറഞ്ഞ കാര്യങ്ങളോ സത്യാമ്മ അറിയരുത്. അറിഞ്ഞാ പിന്നെ ഞാൻ. ശാലിനി പറയും, എനിക്കറിയാലോ സത്യാമ്മയെ, ഒരാവശ്യമില്ലാതെ എടുക്കുന്ന വാശി, ആ വാശി തന്നെയാണ് സത്യാമ്മയെ തകർക്കുന്നത്. പിള്ളച്ചേട്ടൻ പറയും, ഇനിയിപ്പോ തകരാനായിട്ട് ഒന്നുമില്ല മോളെ, എല്ലാം തകർത്ത് തരിപ്പണായിരിക്കുക. എന്തൊക്കെയോ കാര്യങ്ങൾ തന്നിഷ്ടത്തോടു കൂടെ ചെയ്തു. അതൊക്കെ ഇപ്പോ വൻ ബാധ്യതയായിട്ട് മുന്നിൽ വന്ന് നിൽക്കിയപ്പോ കേസും കൂട്ടവുമായിട്ട് പോകാൻ തന്നെ സത്യാമ്മയുടെ കയ്യിൽ ക്യാഷില്ല. വക്കീലിന് ഫീസ് കൊടുക്കാനായിട്ട് സത്യാമ്മയുടെ ആഭരണങ്ങൾ തന്നെ എന്റെ കയ്യിൽ ഊരി തന്നു. എന്നാ വിൽക്കാൻ എനിക്ക് സാധിക്കില്ലെന്ന് പറഞ്ഞു. അറിയാലോ, സത്യാമ്മ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാ ആ ആഭരണങ്ങളെല്ലാം. ചങ്ക് നേറിക്കൊണ്ടല്ലാതെ അത് വിൽക്കാൻ ഏൽപ്പിക്കാൻ സത്യാമ്മയ്ക്ക് കഴിയില്ല. പിന്നെ ഇത് ചെയ്യേണ്ടി വന്നത് പ്രശ്നങ്ങൾ ഇത്രയും രൂക്ഷമായതുകൊണ്ടാ. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ആ രോഹിത് ഇപ്പൊ അങ്ങോട്ട് വരുന്നത് പോലുമില്ല. ശ്യാമക്കുഞ്ഞിന്റെ അവസ്ഥയും ഏതാണ്ട് തകർന്നതുപോലെയാ. അവർ തമ്മിലുള്ള വഴക്കുകൾക്കിടയിലാ ഈ ജപ്തിയൊക്കെ വന്നു കയറിയത്. മോൾ എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യണം, മോളെ കണ്ട് വിവരങ്ങൾ പറയണമെന്ന് പറഞ്ഞ രാഘവൻ സാർ എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ആകെ തകർന്നിരിക്കാ പാവം. ഒരു ആശ്വാസത്തിന് വേണ്ടി ആയിരിക്കാം മോളെ എന്ന് കാണണമെന്ന് പറഞ്ഞു. മോള് വരണം, ആ അച്ഛനെ ആശ്വസിപ്പിക്കണം. ഒരാശ്രയം കാണാതെ ആ വീട്ടിനുള്ളില് നീറി മരിക്കണം അദ്ദേഹം. ഇനി അഥവാ വരാൻ കഴിഞ്ഞില്ലെങ്കില് മോളൊന്ന് വിളിക്കെങ്കിലും ചെയ്യണം. ശാലിനി പറയാൻ, ഫോൺ ചെയ്യുന്നില്ല പിള്ളച്ചേട്ടാ, നേരിട്ട് തന്നെ പോയി കാണാം. ഇത്രയും സങ്കടപ്പെട്ട് നിൽക്കുന്ന ആൾക്ക് മുന്നില് നേരിട്ട് തന്നെയാ പോവേണ്ടത്. അത് തന്നെയാ മോളെ വേണ്ടത്. മോളൊരു കാര്യം ഓർത്തോ, എത്രയും പെട്ടെന്ന് ഈ പ്രശ്നങ്ങളുമായിട്ട് മോള് ഇടപെട്ടില്ലെങ്കിൽ വലിയൊരു ദുരന്തം തന്നെ അവിടെ നടന്നിരിക്കും. സത്യം എങ്ങനെ നടന്ന സ്ത്രീയാ, ആഭരണങ്ങളൊന്നും ഇല്ലാതെ മുഷിഞ്ഞ വസ്ത്രവും ധരിച്ച് പണത്തിനു വേണ്ടി വെറുതെ തെക്കും വടക്കും ഓടി നടക്കുന്നത് കാണുമ്പോ മനസ്സ് തകർന്നു പോവുകയാണ്. ഒരു വക്കീലിന് കൊടുക്കാൻ പോലും ക്യാഷ് ഇല്ലാത്ത അവസ്ഥ. അതുകൊണ്ടാ പറഞ്ഞത്, മോള് വരണം, മോള് വന്നിട്ട് അവിടെയുള്ള എല്ലാ പ്രശ്നങ്ങളും തീർക്കണം. ഇത് എന്റെ ഒരു അപേക്ഷയാണ്. ശാലിനിയും, ഞാൻ വരാൻ പിള്ളച്ചേട്ടാ, ഉടനെ തന്നെ വരാം എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുന്നത് ആണ് ശാലിനിയുടെ ക്യാബിനിൽ കാണിക്കുന്നത്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് സ്കൂള് വിട്ടിരിക്കുക.
സ്കൂൾ വിട്ട് കഴിയുമ്പോ പപ്പി വേഗം അവരിയ്ക്കുന്ന സ്ഥലത്തേക്ക് പോകും. എന്നിട്ട് വിചാരിക്കും സത്യ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് സത്യയുടെ അച്ഛന്റെ ശബ്ദത്തില് സത്യ വിളിക്കണം, ഇല്ലെങ്കിൽ പിന്നെ വിളിക്കാൻ പറ്റില്ല. സത്യമാണെങ്കിൽ ഈ കോളും പ്രതീക്ഷിച്ച് ഇപ്പൊ ഇരിപ്പ് തുടങ്ങും. എന്തായാലും ഇവിടുന്ന് തന്നെ വിളിക്കാം, ഇവിടേക്ക് സത്യ ഓടി വരാനൊന്നും ചാൻസ് ഇല്ല എന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് ഡയൽ ചെയ്തുകൊണ്ട് വിളിക്കുമ്പോ തന്നെ സത്യ ഓടി വരും പപ്പിന്ന് വിളിച്ചിട്ട്. സത്യ വരുന്നത് കാണുമ്പോ പപ്പി പേടിച്ച് ഫോണ് താഴ്ത്തും. പപ്പി ആരെയാ വിളിക്കുന്നത്? പപ്പി പറയും ആരെയില്ല. സത്യ പറയും അച്ഛൻ വിളിക്കുന്നു പറഞ്ഞിട്ട് വിളിച്ചില്ലല്ലോ പപ്പി. ചിലപ്പോ ജോലി തിരക്ക് കാണും, കുറച്ചു കഴിഞ്ഞ് വിളിക്കുമായിരിക്കും. കുറച്ചു കഴിഞ്ഞ് അമ്മ വരും എന്നെ വിളിക്കാനായിട്ട്. പിന്നെ അധിക സമയമൊന്നും അച്ഛനോട് സംസാരിക്കാൻ പറ്റില്ല, അമ്മ ഉണ്ടെങ്കിൽ അച്ഛൻ സംസാരിക്കുകയില്ല. പപ്പി പറയും അയ്യോ ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ മറന്നു, സത്യ ഇവിടെ ഇരിക്കേ, ഞാൻ ടീച്ചറിനെ കണ്ടിട്ട് ഇപ്പൊ വരാം എന്ന് പറഞ്ഞ് പപ്പി അവിടുന്ന് പോകുമ്പോ സത്യ അവിടെ ഇരിക്കും. എന്നിട്ട് വിചാരിക്കും നിമ്മി ടീച്ചർ ബെല്ലടിച്ചപ്പോ തന്നെ പോയല്ലോ, വെറുതെ അവിടെ മുഴുവൻ തിരക്കി നടക്കും, പോയി പറയാം പപ്പി എന്ന് വിളിച്ച് സത്യ അങ്ങോട്ട് പോകും. പപ്പി ആണെങ്കിൽ ഓടിപ്പോവാണ്. എന്നിട്ട് കുറച്ച് ദൂരെ എത്തുമ്പോ ബാഗ് അവിടെ വെച്ച് സത്യയുടെ ഫോണിലേക്ക് വിളിക്കുക. ഇങ്ങനെ കോള് വരുന്ന സമയത്ത് പപ്പിയും സത്യയും ഏതാണ്ട് ഇച്ചിരി അടുത്താണ് നിൽക്കുന്നത്. കോള് കാണുമ്പോ തന്നെ ഹായ് അച്ഛൻ എന്ന് പറഞ്ഞ് സത്യ അവിടെ നിൽക്കും. എന്നാ പപ്പി തന്റെ തൊട്ടു മുന്നിലുണ്ട്. പപ്പി ഇതറിയുന്നില്ല. സത്യക്കും ഹലോ അച്ഛാ, എന്താ ഇത്രയും നാള് വിളിക്കാതിരുന്നത്? ജോലി തിരക്കായിരുന്നു മോളെ, അതുകൊണ്ടാ മോളെ വിളിക്കാൻ പറ്റാഞ്ഞത്. അച്ഛന് സുഖാണോ അച്ഛാ? ഇതൊന്നും പപ്പി കാണുന്നില്ല. സുഖാണ്, മോൾക്ക് സുഖം തന്നെയല്ലേ? സത്യ പറയും എനിക്ക് അച്ഛനൊന്നും കാണണം, അന്ന് വന്നിട്ട് പെട്ടെന്ന് പോയില്ലേ, അപ്പൊ അച്ഛനെ എനിക്ക് ശരിക്കും കാണാൻ കഴിഞ്ഞില്ല. അതുമല്ല അമ്മയും അച്ഛനൊന്നും കണ്ടില്ലല്ലോ, ലീവ് കിട്ടുമെന്ന് നോക്കട്ടെ മോളെ, എന്നിട്ട് അമ്മേനെയും മോളെയും പുറത്തു കൊണ്ടുപോകാനും നോക്കാം എന്നിങ്ങനെ പറയുമ്പോ സത്യക്ക് സന്തോഷമാവുന്നുണ്ട്. പെട്ടെന്നായിരിക്കും പപ്പിയെ കാണുന്നത്. പപ്പിയാണല്ലോ അത് എന്നിങ്ങനെ വിചാരിക്കുക. പപ്പി ആർക്കോ ഫോൺ ചെയ്യുവാണല്ലോ. അപ്പോ സത്യ അങ്ങോട്ട് ചെല്ലണേ. സത്യം മിണ്ടാതാകുമ്പോ പപ്പി വയ്ക്കും എന്താ സത്യം ഒന്നും മിണ്ടാത്തത്? മോളെന്താ ഒന്നും മിണ്ടാത്തത്? മോളെന്താ ഒന്നും മിണ്ടാത്തത്? പപ്പിക്ക് സത്യ തന്നെ കണ്ടത് മനസ്സിലായിട്ടില്ല. സത്യക്ക് ഏകദേശം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അച്ഛനിപ്പോ എവിടെയാ? കമ്പനിയിലെ. ഇപ്പൊ ഞങ്ങൾക്ക് ടീ ടൈം ആണ്. മോളിപ്പോ എവിടെയാ മോളെ? മോളെന്താ ഒന്നും മിണ്ടാത്തത്? അപ്പോഴേക്കും സത്യ തൊട്ടടുത്തെത്തി. പപ്പിയെ പിടിച്ച് അങ്ങ് തിരിക്കും. സത്യയെ കാണുന്നതും പപ്പി അങ്ങ് ഞെട്ടിപ്പോവും. അപ്പൊ ഇത്രയും നാൾ അച്ഛനാണെന്ന് പറഞ്ഞ് എന്നെ ഫോണിൽ വിളിച്ച് സംസാരിച്ചത് പപ്പി ആയിരുന്നോ? അപ്പോ പപ്പി എന്നെ പറ്റിക്കുമായിരുന്നല്ലേ എന്നൊക്കെയുള്ള ചോദ്യത്തിന് മുന്നില് പപ്പിക്ക് മറുപടി കഴിയാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുന്നത് കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത്. പപ്പിയോട് സത്യയ്ക്കും എനിക്കറിയണം, അന്ന് സ്കൂളിൽ വന്നത് ആരാണെന്ന് എനിക്കറിയണം. പപ്പി ഇങ്ങനെ അതൊക്കെ ശരിക്കുള്ള അച്ഛനാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഇപ്പൊ സത്യം ഒന്നും വിശ്വസിക്കുന്നില്ല. പറ, അന്ന് വന്നത് ആരാണെന്ന് എനിക്കറിയണം. പിന്നെ എന്റെ അച്ഛൻ എവിടെ? എന്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടോ എന്നും എനിക്കറിയണം, പറ എന്നൊക്കെ പറയുന്നതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് സത്യ ബാഗൊക്കെ ഇട്ട് പപ്പിയോട് പിണങ്ങി അവിടുന്ന് ഓടിപ്പോവാണ്. സത്യ നിക്ക്, ഞാൻ പറയട്ടെ എന്ന് പപ്പി ഇങ്ങനെ അവിടുന്ന് പറയുന്നുണ്ടെങ്കിലും ഒന്നും കേൾക്കാതെ സത്യ അങ്ങോട്ടൊന്നില്ലാതെ ഓടിപ്പോകാണ്. ഇതെല്ലാം പിന്നീട് സത്യയെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് അനു വരുമ്പോ അനുവിനോട് പറയും. അനു അപ്പൊ തന്നെ സത്യമോളെ അന്വേഷിച്ച് കാറിൽ പോകാണ്. ഈ സമയം ശാലിനിയെ വിളിച്ച് കാര്യങ്ങൾ പറയും. എന്തോ വഴക്കിട്ടെ പപ്പിയോട് പിണങ്ങി സത്യ ബാഗ് പോലും എടുക്കാതെ എങ്ങോട്ട് ഓടിപ്പോയി. ഇതൊക്കെ കേട്ട് ശാലിനി ഞെട്ടാണ്. ശാരദാമ്മ കാര്യം ചോദിക്കുമ്പോ ഇക്കാര്യം ശാരദാമ്മയോട് ശാലിനി പറഞ്ഞിങ്ങനെ ടെൻഷനോടെ നിൽക്കുന്നതാണ് ഈ ഭാഗത്തുള്ളത്. ഇനി സത്യ ചിലപ്പോൾ വിഷ്ണുവിന്റെ മുന്നിലേക്കായിരിക്കും എത്തുമെന്ന് വിശ്വസിക്കാം. അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തിനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്